ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും എൻ്റെ വക ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. അതായത് ഓർമയിലെ രുചി, ഫസ്റ്റ് ബൈറ്റ് നൊസ്റ്റാൾജിയ എന്നാണ് ഈ ഒരു ചലഞ്ച് വീഡിയോയുടെ പേര്. അതായത് ഫസ്റ്റ് ബൈറ്റ് ബൈ റഹീഷ എന്നിട്ടുള്ള ചാനലിലെ റഹീഷാണ് ഈ ഒരു ചലഞ്ച് വീഡിയോ തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തർക്ക് ടാഗ് ചെയ്ത് അങ്ങനെ എനിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഓർമയിലെ രുചി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് രുചിച്ച് നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് നമ്മളിപ്പോഴും അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ആലോചിക്കാറില്ലേ? നല്ല രസമുള്ള ഒരു ഭക്ഷണം. അതിപ്പോൾ ഇന്നത്തെ ദിവസം സ്പെഷ്യലല്ലേ, മദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഓർമയിലെ രുചി എന്ന് പറയുമ്പോൾ ഏതൊരാളെ സംബന്ധിച്ചും ആദ്യ രുചി അവരെ നാവിൻ മുമ്പിൽ കിട്ടിയിട്ടുണ്ടാവുക അവരുടെ ഉമ്മമാരേന്നും അമ്മമാരേന്നൊക്കെ ആയിരിക്കുള്ളൂ. അതല്ലെങ്കിൽ വല്യമ്മമാർ, ഗ്രാൻഡ് മദേഴ്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് വീഡിയോ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നതൊരു കുഞ്ഞു കറിയാണ്. അതെന്താണെന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇതേപോലെ ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കറി, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഉണ്ടാക്കിയാൽ അതുപോലെ ആവില്ല. അതേപോലെ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറിയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, അതേപോലെ ആവില്ല. അതുപോലെ ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്ന മട്ടൻ ബിരിയാണി, അതിനൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന പായസം അതേപോലെ ഞാൻ ഉണ്ടാക്കിയാലാവില്ല. അപ്പോൾ അതേപോലത്തെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോണത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്നെ ആരാണ് ടാഗ് ചെയ്തതെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്. ഞാൻ ആരെയാണ് ടാഗ് ചെയ്യണതെന്നുള്ളതും ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് നൊസ്റ്റാൾജിക്കായിട്ട് തോന്നാറുള്ള ഒരു കുഞ്ഞു കറിക്കൂട്ട് ഇതാണ് തക്കാളി ചമ്മന്തി. എൻ്റെ ഉമ്മച്ചി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ആണെങ്കിൽ അതും അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സവാള ആയാലും എടുക്കുക, ടേസ്റ്റ് തന്നെയാണ്. പിന്നെ തക്കാളി 2 മീഡിയം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഇതേ വലിപ്പത്തിൽ അരിഞ്ഞത്. പിന്നെ വേപ്പല, പിന്നെ പച്ചമുളക് കുറവെടുക്കുകയാണെങ്കിൽ മുളക് പൊടി അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. പിന്നെ ഫസ്റ്റ് താളിക്കാനായിട്ട് നമുക്ക് ഇത്തിരി കടുകും വേണം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ്. അങ്ങനെ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറേ കളർ മാറണ്ട, അങ്ങനെ ബ്രൗൺ കളറൊന്നും ആയി വരണ്ട. അപ്പോൾ അത് ഈ ഒരു തക്കാളി ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടൂല. കുറച്ച് വാടിയാൽ മതി. നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇത്ര എടുക്കണമെന്നില്ല, കാരണം എനിക്ക് കൂടുതലും മുളക് പൊടി ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ മുളക് പൊടി അധികം വേണ്ടവർ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അത് മിക്കവരും ചെയ്ത് വെക്കുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും എൻ്റെ ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി ഉള്ളൊരിതിൽ എനിക്ക് ഷെയർ ചെയ്യാൻ ഏറ്റവും ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു തക്കാളി വാട്ടിയതും തക്കാളി ചമ്മന്തി എന്നാണ് ഞാൻ പറയാറ് വീട്ടിൽ. അപ്പം ഇനി അത് കളർ മാറുമ്പോഴത്തേനും നമുക്ക് വേപ്പല ഒന്ന് വെറുതെ ഇട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. അപ്പോൾ വേപ്പലയുടെ കളറൊന്ന് മാറിക്കിട്ടും. വെളിച്ചെണ്ണയിലൊന്നാവുമ്പോൾ ഇത്തിരി ഒരു ഗ്ലേസിങ് ഒക്കെ വരും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് കറിയിൽ. അപ്പോൾ അത് മതി, അതായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി അതിലിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് മാഷായ പോലെ വരണം കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് തീ കൂട്ടി കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞാൽ മതി തക്കാളി. കുഞ്ഞാക്കി അരിയേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ അങ്ങനെ അരിയാം. ഇങ്ങനെ ആയാൽ വേഗം വാടിക്കിട്ടും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി ആയിട്ടില്ല, നന്നായി ഇളക്കി കൊടുക്കുക.
ശരിക്കും വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണം വരാം. അതേപോലെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ഇൻഗ്രീഡിയൻറ്റ് 2 ഇൻഗ്രീഡിയൻറ്റ് 3 ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പി എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറി തന്നെയാണ് ഇത്. തക്കാളിയും സവാളയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. പച്ചമുളകും വേണമെന്നില്ല, മുളക് പൊടി ഇട്ടിട്ടായാലും നമുക്ക് ഉണ്ടാക്കാം. ഇനി ഈ കറിക്ക് ഇത്തിരി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് കുറച്ചെടുക്കുകയാണെങ്കിൽ മുളക് പൊടി ഇത്തിരി അധികം ഇട്ട് കൊടുക്കുക. അതായിരിക്കും ഈ കറിക്ക് കാണാനും ഭംഗി, ടേസ്റ്റും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കുറേ ഇട്ട് കൊടുത്താൽ മതി ഒരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക. കാരണം മൂടി വെച്ച് കഴിയുമ്പോൾ അത് തക്കാളിയിലും സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അത് ഇത്തിരി നല്ല ഒരു കറിയുള്ള ഫോമിലായി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. മുളക് പൊടി, അതായത് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു തരി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കളറാക്കാം. എരിവ് കൂടാണ്ട് ശ്രദ്ധിക്കണം. നമുക്ക് കുറച്ച് മൂടി വെക്കാം. തീ കുറച്ചിട്ടിട്ടൊന്ന് മൂടി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് ഇടയ്ക്കൊന്ന് നോക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തക്കാളി ഇങ്ങനെ ഒരു ആവിയിൽ കിടന്ന് വീവണ ഒരു സ്മെല്ല്, നല്ല സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലേക്ക് ഇത് മാത്രമായിട്ട് കൊണ്ടുപോകാറുണ്ട്. കാരണം എനിക്കത് ചോറ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പലരും ചെയ്യണതായിരിക്കും ഈ തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ ചട്ടിയിൽ ചോറൊക്കെ പരത്തി തിന്നണ ഒരു സ്വഭാവം പലരും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ പണ്ട് ചെയ്യണ കാര്യങ്ങളാണ്. ചട്ടിയിൽ ചോറിട്ടിങ്ങനെ പരത്തി തിന്നണ ഒരു സംഭവമൊക്കെ. ഇപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ നല്ല മാഷായി വന്നിട്ടുണ്ട്. വെള്ളത്തിൽ ഇനി വെള്ളം പോരായ്ക തോന്നുമ്പോൾ നമുക്ക് കുറേശ്ശെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ചിലർക്ക് നല്ല കട്ടിയിലാവണമാണ് ഇഷ്ടം. ഇവിടെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല. ജസ്റ്റ് മൂടി വെച്ചിട്ട് ആ തക്കാളിയുടെ ഇതിൽ തന്നെ കിടന്നാണ് വേവാറ്. പക്ഷെ അവിടെ എൻ്റെ ഉമ്മയും ഞാനും എനിക്കിഷ്ടം അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒരു ലൂസ് പരുവത്തിൽ വരുന്നതാണ്. ആ വെള്ളത്തോട് കൂടിയിട്ട് ഇങ്ങനെ വെന്ത് വരുന്നതാണ്. അപ്പോൾ ഇതായിട്ടില്ല, ഒന്നും കൂടി നമുക്ക് മൂടി വെക്കാം. ഇത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 2 ആൾക്ക് ലാവിഷായിട്ട് കൂട്ടാനുള്ളൊരു കറി ഉണ്ട്. ഇത് കറിയല്ല, തക്കാളി ചമ്മന്തി. നമ്മൾ ആളധികം ഉള്ളപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. ഇടയ്ക്ക് രാത്രിയൊക്കെ ഞങ്ങൾ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും പച്ചക്കറി വേറെ എന്തെങ്കിലും നാളികേരം അരച്ച കറിയുടെ കൂടി കുറച്ച് എരിവിൽ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു പുളിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ട്രൈ ചെയ്യാറുള്ളവർ അതും കമൻറ്റ് ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും വേറെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇത് മാത്രം ആഡ് ചെയ്യാറുള്ളൂ. ഇഞ്ചിയോ വേറെ ഒന്നും കൂട്ടൂല, ഇത് മാത്രം. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതേപോലെ ഈ തക്കാളി ചമ്മന്തി കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇപ്പോൾ അത്താഴത്തിനൊക്കെ ആയാലും ഈ ഒരു കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. ചോറ് കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റിൽ ഭക്ഷണം കഴിക്കാം. അപ്പോൾ എന്നെ ടാഗ് ചെയ്തത് കുക്കിംഗ് പെറ്റൽസ് ബൈ സുബില എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ സുബിലത്താണ്. അപ്പോൾ ചലഞ്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ ആരാണ് ടാഗ് ചെയ്യണതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ടാഗ് ചെയ്യണത് സഹോദരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ സിസ്റ്റേഴ്സാണ്. അവർ നമിതയും പ്രൊമിതയും, അവരെയാണ് ഞാൻ ആദ്യം ടാഗ് ചെയ്യണത്. ഞാൻ ടാഗ് ചെയ്യണത് സുലൂസ് യമ്മി ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ അജ്മി സുൽത്താനേനെയാണ്. പിന്നെ മൂന്നാമത് ഞാൻ ടാഗ് ചെയ്യണത് മൈ ലൈഫ് ജേണി സജ്നാസുനി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ സജ്നാസുനി എന്ന് പറഞ്ഞ ഇത്താനെയാണ്. നിങ്ങൾ ഇവരുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അവരെൻ്റെ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ നൊസ്റ്റാൾജിക് റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്